ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു ദ പിങ്ക് പേൾസ്. അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്ന മൈ 5th ക്ലാസ് മെമ്മറി ഷെയറിങ് വീഡിയോ ആയിട്ടാണ്. ഞാൻ ഇനി 6th കേട്ടോ. കാര്യം പറഞ്ഞുള്ള ഷെയറിങ് അല്ല, ഞാൻ ആണെങ്കിൽ ഫ്രണ്ട്സൊക്കെ തരുന്ന സാധനങ്ങളും കാർഡ്സും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ എൻ്റെ സ്റ്റഡി ടേബിളിൽ ഒരു ഷെൽഫ് പോലുണ്ട്, അതിലെടുത്ത് വെക്കാറാണ് പതിവ്. അപ്പോൾ എൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എക്സാമൊക്കെ എഴുതി വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിയപ്പോഴത്തേക്കും ഞാനാണെങ്കിൽ ഇതൊക്കെ അവിടെ എൻ്റെ ഷെൽഫ് തുറന്നു നോക്കി. അപ്പോൾ ഇതൊക്കെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ എനിക്കൊരു ഇത് തോന്നി, ഇനി തൊട്ട് എൻ്റെ എല്ലാ ക്ലാസ്സിലെ മെമ്മറീസും കാര്യങ്ങളും ഒക്കെ ഓരോരോ ഫയലിലാക്കി വെക്കണമെന്ന്. എൻ്റെ കയ്യിൽ ഒരു ഫയലേ ഉള്ളൂ. അതിൽ കുറച്ച് ഞാൻ എന്തൊക്കെ അത്യാവശ്യമായിട്ടുള്ള സാധനങ്ങളൊക്കെ ഇരിക്കുക, സ്കൂളിലെ കാര്യങ്ങളൊക്കെ. അപ്പം ഞാൻ അതിലോട്ടാണ് അന്ന് മാറ്റി വെച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു അതൊന്ന് കാണിക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ നമുക്ക് വീട്ടിലോട്ട് പോകാം. അപ്പോൾ ഗൈസ്, ഞാൻ അതുമാത്രമല്ല, ഇത് ജേർണലാണെന്നൊന്നും അറിയത്തില്ല, പക്ഷേ എൻ്റെ ഒരു രീതിക്ക് ഇത് എനിക്കൊരു ജേർണൽ തന്നെയാണ്. ഞാൻ കുറച്ച് ഇന്നലെ തൊട്ട് ഞാൻ ഇരുന്ന് ചെയ്തതാണ്. എന്നാൽ 2 ചെയ്തു, പക്ഷെ ഒരെണ്ണമാണ് എനിക്കിഷ്ടപ്പെട്ടത്, മറ്റൊരെണ്ണം എനിക്കിഷ്ടപ്പെട്ടില്ല. ഞാൻ ആദ്യം തൊട്ടുള്ള ജേർണൽസ് എൻ്റെ ഇടായിരിക്കത്തുണ്ട്. കുറച്ചൊക്കെ ചെയ്തിട്ടുള്ളൂ കേട്ടോ, ഒത്തിരി ഒന്നും ചെയ്തിട്ടില്ല. അത് ഞാൻ കാണിച്ചു തരാവേ. അപ്പോൾ ഫസ്റ്റത്തെ ജേർണൽ കാണിച്ചു തരാം. അത് അപ്പോൾ എൻ്റെ കയ്യിൽ ഈ ഫസ്റ്റത്തെ ജേർണൽ ചെയ്യുന്ന ടൈമിൽ എൻ്റെ കയ്യിൽ അധികം സാധനങ്ങളൊന്നുമില്ല. അപ്പോൾ എൻ്റെ കയ്യിലുള്ളതൊക്കെ വെച്ചിട്ട് ഒരു സാധനം ഞാൻ കാണിച്ചു തരാവേ. ഇതാണ് കേട്ടോ, ഈ സെപ്റ്റംബറിൽ ചെയ്ത ജേർണലാണ്. പക്ഷെ സെപ്റ്റംബർ വരെയുള്ള എഴുതാൻ സ്ഥലമുള്ളായിരുന്നു. ഞാൻ എപ്പോഴും ഇങ്ങനെ ഗ്യാപ്പ് ഇടുക. അപ്പോൾ ഞാൻ ഇങ്ങനെ എഴുതുമ്പോഴായിരിക്കും ആലോചിക്കുക, അങ്ങനെ എഴുതണ്ടായിരുന്നു. പിന്നെ ഈയും 6 കൂടി ഇവിടെ എഴുതി സെപ്റ്റംബർ. അപ്പോൾ ഇതാണ് കേട്ടോ ഫസ്റ്റ് ജേർണൽ. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ, നിങ്ങൾക്ക് ഏത് ജേർണലാണ് ഇഷ്ടപ്പെട്ടതെന്നൊന്ന് കമൻറ്റ് ചെയ്യണം. ഇതാണ് എൻ്റെ ഫസ്റ്റ് ജേർണൽ ഗൈസ്. അപ്പോൾ നിങ്ങളെല്ലാം കണ്ടല്ലോ, എന്നാലും ഒന്നും കൂടി ഞാൻ ഇങ്ങനെ കാണിച്ചു തരാം. ഇതാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ അടുത്ത എൻ്റെ ജേർണൽ കാണിച്ചു തരാം. സെക്കൻഡ് ജേർണൽ അത് അധികം അങ്ങോട്ട് എനിക്ക് ഇഷ്ടപ്പെടാത്തൊരു ജേർണലാണ്, കാണിച്ചു തരാം ഗൈസ്. ഇതാണ് കേട്ടോ ജേർണലിൻ്റെ ഇവിടെ ജേർണൽ ടൈപ്പ്. ആക്ച്വലി എനിക്ക് ജേർണലിൻ്റെ സ്പെല്ലിങ് അറിയായിരുന്നു, JOURNAL. ബട്ട് ഞാനപ്പോൾ പെട്ടെന്ന് ധൃതിയിൽ എഴുതിയപ്പോൾ ജേർണൽ എന്നായിപ്പോയി. അതുകൊണ്ട് കണ്ടോ, മൈ ജേർണൽ ഗോൺ റോങ് എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. എനിക്കിത് അത്ര അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല, കാരണം ആ ടൈമിൽ. പക്ഷേ എനിക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്നെ ഇവിടെ കറക്റ്റായിട്ട് എഴുതി. എനിക്ക് ആകെ ഇതാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷേ ഈ 2 ബട്ടർഫ്ലൈസ് ഇല്ലേ, ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു, പിന്നെ ഇതും ഇഷ്ടപ്പെട്ടു. ബട്ട് ഇവിടെ ഇതും കൂടെ വേണമെന്ന്, എന്നാലും എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ബട്ട് ഭയങ്കര പേഴ്സണലി എനിക്ക് അധികം അങ്ങോട്ട് ഇഷ്ടപ്പെടില്ല. ഇത് ജേർണലാണോ എന്ന് പോലും എനിക്ക് അറിഞ്ഞൂടാ സത്യം പറഞ്ഞാൽ. ഇത് ഞാൻ ജേർണലിന് ചെയ്ത് തുടങ്ങിയതല്ലെങ്കിലും കണ്ടപ്പോൾ അങ്ങനെ ജേർണലാണെന്നും പറയായിരുന്നു. എന്തായാലും എനിക്ക് ഇത് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്കിനി ഇതിലേതാ ഇഷ്ടപ്പെട്ടെന്ന്, ഈ കാണിച്ചതിൽ ഏതാ ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എല്ലാം കണ്ടിട്ടേ കമൻറ്റ് ചെയ്യാം കേട്ടോ, ഇനിയുണ്ട് കുറേ. അപ്പോൾ ഗൈസ്, എനിക്ക് ഇതാണ് ഇവിടെ ഞാൻ 2ാമത് ചെയ്ത ജേർണൽ. കണ്ട, എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ടിട്ടില്ല. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കമൻറ്റ് ചെയ്തേക്കണം. പിന്നെ അടുത്ത ജേർണൽ എൻ്റെ ബർത്ത്ഡേ വെച്ചിട്ടുള്ളൊരു ജേർണലാണ്, കാണിച്ചു തരാം കേസ്. ഇതെനിക്കിഷ്ടപ്പെട്ടു. എന്താണെന്ന് എൻ്റെ കയ്യിൽ പക്ഷേ അങ്ങനെ അങ്ങ് സ്റ്റിക്കേഴ്സ് ഒന്നും ഇല്ലായിരുന്നു. എൻ്റെ കയ്യിലെ സ്റ്റിക്കർ കളക്ഷനൊക്കെ തീർന്നിരിക്കുന്ന ടൈമിൽ ഉള്ളത് വെച്ച് ചെയ്തതാണെങ്കിലും പേഴ്സണലി എനിക്കിത് ഇഷ്ടപ്പെട്ടു കേട്ടോ. June 3rd, 2025 ആണ്, അല്ല 2015 June 3rd. അതാണ് എൻ്റെ ബർത്ത്ഡേ. മീൻസ് ഇങ്ങനെ അങ്ങ് പറഞ്ഞാൽ പോരെ, 3/6/2015. 3/6 ആണോ? 3/6/2015. എനിക്ക് പോലും അറിഞ്ഞൂടാ ഗൈസ്. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണേ. എല്ലാം കണ്ടിട്ടേ കമൻറ്റ് ചെയ്യാവൂ.
അപ്പോൾ ഇതാണ് എൻ്റെ 3rd ജേർണൽ. എന്തൊരു ചൂട്, എൻ്റെ കൈയൊക്കെ വിയർക്കുന്നു. പിന്നെ സൗണ്ട് ഇഷ്യൂ വരാതിരിക്കാനാണ് ഞാൻ ഫാൻ ഇടാതിരുന്നത്. എൻ്റെ റൂമിൽ അധികം വെട്ടമില്ല ഗൈസ്, ബട്ട് അവിടെ ഫാൻ ഇട്ടിട്ട് ചെയ്താലും വലിയ സൗണ്ടൊന്നുമില്ല. ബട്ട് ഇവിടെ നല്ല വെട്ടമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. പക്ഷെ ഇവിടെ ഫാൻ ഇട്ടിട്ട് ഞാൻ ഒരു വീഡിയോ എടുത്ത് നോക്കി. ജസ്റ്റ് ഒരു ടെസ്റ്റിങ്ങിന് വേണ്ടി ഞാൻ ഒന്ന് നോക്കിയതേ ഉള്ളായിരുന്നു കേട്ടോ. ബട്ട് വിഷയ അവിടെ ഭയങ്കര നല്ല സൗണ്ട് കേൾക്കുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഞാൻ ഫാൻ ഓഫ് ചെയ്ത്, ഭയങ്കര ചൂട്. പിന്നെ നമുക്ക് എൻ്റെ ഇപ്പോൾ എത്ര 3rd അല്ലേ, 4th ജേർണൽ കാണാം. 4th ജേർണൽ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ജേർണലാണ്. നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇതാണ് കേട്ടോ, ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഭയങ്കരമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഇടയ്ക്ക് എൻ്റെ കാല് കാണാൻ പറ്റിയാൽ ഭയങ്കരമായിട്ട്. ഇതൊന്നും വായിക്കുകയൊന്നും ചെയ്യില്ല, ഞാൻ എന്തൊക്കെയോ എഴുതി വെച്ചേക്കും, എനിക്ക് പോലും അറിഞ്ഞുകൂടാ എന്താ ഇംഗ്ലീഷ് എഴുതി വെച്ചേക്കുന്നത്. ഞാനാണെങ്കിൽ നല്ല ഹാൻഡ് റൈറ്റിംഗ് ഒക്കെ ഉള്ളതാണ്, എനിക്ക് തോന്നിയ കൂട്ട് ആരും എനിക്ക് പോലും മനസ്സിലാവാത്ത രീതിയിൽ ഇത് വെച്ചാൽ. എനിക്ക് ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടതാണ്ട് ഈ 2 ബീസ, ഹണി ബീസാണ്. ഇതെന്തായാലും എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണേ ഗൈസ്. ഇതായിരിക്കും എൻ്റെ 4th ജേർണൽ. കണ്ട, ഭയങ്കരമായിട്ട് എനിക്കിഷ്ടപ്പെട്ടു. ഇത് 2 പേജ് എടുത്താണ് ചെയ്തേക്കുന്നത് ജേർണൽ. പക്ഷേ ഈ ജേർണൽ എനിക്ക്, ഇതാണ് എൻ്റെ 5th ജേർണൽ. എനിക്ക് ഈ ജേർണൽ ഒട്ടും എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്ന് പറഞ്ഞാൽ. എനിക്കിത് ആകെ ഒരു സാധനം ഇഷ്ടപ്പെട്ടിട്ടുള്ളൂ, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് എൻ്റെ 5th ജേർണൽ. ഇതെനിക്ക് ഒട്ടും എന്ന് പറഞ്ഞാൽ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതും എൻ്റെ ബർത്ത്ഡേ വെച്ച് ചെയ്തതാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഒരു ഐഡിയ ഇല്ലാതെ ചെയ്തതാണ് കേട്ടോ. ബട്ട് എനിക്കിതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ആകെ ഇത് മാത്രമേ ഇത് ഇഷ്ടപ്പെട്ടുള്ളൂ. ഇത് ഞാനൊരു റിബണാണ് ഉദ്ദേശിച്ചത്, ബട്ട് ഇത് ഏകദേശം ഓക്കെ ആയിരുന്നു. ബട്ട് എനിക്ക് ഇവിടെ ഒന്ന് തെറ്റിപ്പോയി. ഞാൻ പക്ഷേ ഇത് ചെയ്തത്, പിന്നെ എനിക്കിത് മായ്ക്കാൻ വയ്യ. ഒന്നാമതേ കൊള്ളാം. ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇരിക്കട്ടെ, പക്ഷെ കൊള്ളാമല്ലേ. ജേർണലല്ല, ഈ ഒരു റിബൺ പോകും, അത് മാത്രമേ എനിക്കിത് ഇഷ്ടപ്പെട്ടുള്ളൂ. എനിക്ക് 100% ഉറപ്പുണ്ടോ ഇത് നിങ്ങൾക്ക് ആർക്കും ഇഷ്ടപ്പെടാൻ സാധ്യത ഇല്ല. എനിക്കും ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. നിങ്ങൾക്ക് ഏതാ ഇഷ്ടപ്പെട്ടതെന്ന് കമൻറ്റ് ചെയ്യണം, എല്ലാം കണ്ടിട്ട്. അപ്പോൾ ഗൈസ്, ഇതാണ് എൻ്റെ 5th ജേർണൽ. 5th അല്ലേ, 1 2 3. ഇതാണ് എൻ്റെ 5th ജേർണൽ. ഒട്ടും ഇഷ്ടപ്പെടാത്ത ജേർണൽ. ഇനി അടുത്ത ജേർണൽ, അത് ഞാൻ ഇന്ന് ചെയ്തതാണ്. ഐ ലവ് ഇറ്റ് വെരി മച്ച് മീൻസ് വെരി മച്ച്. എനിക്ക് ഭയങ്കരമായിട്ട് ഇതും ഇഷ്ടപ്പെട്ടു. സൂപ്പറായിട്ടുണ്ട്, എനിക്കിഷ്ടപ്പെട്ടു. എൻ്റെ പേഴ്സണലായിട്ടുള്ള അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. ഞാൻ തന്നെ സ്വന്തമായിട്ട് ചെയ്തിട്ട് പുകഴ്ത്താതെ നിങ്ങൾ പറയരുത്, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. അത്രയ്ക്കെന്ന് വെച്ചാൽ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ് എൻ്റെ ലാസ്റ്റ് ജേർണൽ, അതായത് 6th ജേർണൽ. ഞാൻ ലാസ്റ്റായിട്ട് ഇന്നിരുന്ന് ചെയ്ത ജേർണലാണ് കേട്ടോ. ഇത് ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇന്ന് വിഷുവാണ്, വിഷുവിൻ്റെ അന്ന് ചെയ്തതാണ്. ഇത് വിഷുവിൻ്റെ അന്ന് തന്നെ ഈ വീഡിയോ ചാനലിൽ വരുമെന്നൊന്നും എനിക്കൊരു ഉറപ്പില്ല, കാരണം വീട്ടിലെ വൈഫൈയുടെ നെറ്റ് തീർന്ന് എനിക്ക് ചാർജ് ചെയ്തു, ഇതുവരെ നെറ്റ് കിട്ടിയിട്ടില്ല. അപ്പോൾ ഞാൻ ഇരുന്ന് ചെയ്തതാണ്. അല്ലെങ്കിൽ ഞാൻ ഇരുന്ന് ചെയ്യും, നെറ്റ് ഫോൺ കണ്ട് മാത്രമൊന്നുമല്ല. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. എനിക്ക് ഭയങ്കരമെന്ന് വെച്ചാൽ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. എനിക്ക് ആ ബി ആണ് എനിക്കിഷ്ടം. എനിക്ക് അധികം വരച്ചത് ഇഷ്ടപ്പെട്ടതുകൊണ്ട് തന്നെ ഞാൻ ഇതിലും വരച്ചു കേട്ടോ. ഞാൻ കാണിച്ചു തരാം ഗൈസ്. ഇതാണ്. ബട്ട് നമ്മളിന്ന് ജേർണൽ കാണിക്കാൻ വേണ്ടി അല്ല വന്നിരിക്കുന്നത്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നമ്മളിന്ന് ജേർണൽ കാണിക്കാൻ വേണ്ടി അല്ല വന്നിരിക്കുന്നത്. ഞാൻ എൻ്റെ 5th ക്ലാസ്സിലെ കുറച്ച് മെമ്മറീസ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എൻ്റെ ഇതൊന്നുമില്ല, ഞാനിത് അങ്ങോട്ട് അടച്ച് ഇതൊരു മൂലയിലേക്ക് വെച്ചിട്ടുണ്ട്. നല്ല ചൂടുമുണ്ട്. ഇപ്പോൾ തന്നെ വീഡിയോ ലെങ്തി ആവുന്നുണ്ട്. നമുക്ക് പെട്ടെന്ന് കാണിക്കാം. ഫസ്റ്റ് നമ്മുടെ ആക്ടിവിറ്റി ബുക്കിൽ അങ്ങ് തുടങ്ങാം. സ്റ്റാപ്ലെയറൊക്കെ വിട്ട് വെച്ചിട്ടുണ്ട്. ഇത് സംഭവം ഞങ്ങളുടെ റിപ്പബ്ലിക് ഡേക്കാണെന്ന് തോന്നുന്നു, അതും ഇൻഡിപെൻഡൻസ് ഡേയുടെയോ റിപ്പബ്ലിക് ഡേയുടെ അങ്ങനത്തെ ആക്ടിവിറ്റിയാണിത്. നാഷണൽ ആന്തം എല്ലാവരും ജനഗണമന എന്ന് മാത്രം ഇങ്ങനെ എഴുതും. ഞാൻ ജനഗണമന ഫുള്ള് എഴുതി കാണിച്ചു.
പിന്നെ നാഷണൽ സോങ് വന്ദേ മാതരം, അതും എല്ലാവരും വന്ദേ മാതരം എന്ന് മാത്രം എഴുതുന്നുണ്ടായിരുന്നു. ഞാനത് ഫുള്ള് എഴുതി. എനിക്ക് ഇങ്ങനെ വെച്ച് കാണിക്കാൻ വയ്യാത്തതാണ് ഞാൻ ഇങ്ങനെ കാണിക്കുന്നത്. നമുക്ക് കാണാൻ പറ്റുന്നതെന്നുള്ളൂ ഞാൻ കാണിച്ചു തരുന്നത്. പിന്നെ ഉള്ളത് ഒരു ഫ്ലവറാണ് കേട്ടോ, ഫ്ലവർ, അതായത് ലോട്ടസ്, നമ്മുടെ നാഷണൽ ഫ്ലവർ. അടുത്തത് മാംഗോയാണ്, അവർ നാഷണൽ ഫ്രൂട്ട് മാംഗോ. അടുത്തത് അവർ നാഷണൽ വെജിറ്റബിൾ ആണ് പംകിൻ, നാഷണൽ വെജിറ്റബിൾ. നെക്സ്റ്റ് വരുന്നതാണ് മക്കളെ നമ്മുടെ നാഷണൽ അനിമൽ റോയൽ ബംഗാൾ ടൈഗർ. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ ഞാൻ വരച്ചതെന്ന്. ഇത് ഞാനല്ല കേട്ടോ വരച്ചത്, ബാക്കിയൊക്കെ ഞാനാണ് വരച്ചത്. എനിക്ക് ബനിയൻ ട്രീ കുറച്ച് കുളമായി. ഇതാണ് ബനിയൻ ട്രീ, നമ്മുടെ നാഷണൽ ട്രീ. ഞാൻ കളിയാക്കിയതല്ല, ഞാൻ വരച്ചത് കുറച്ച് കുളമായി എന്നാണ് പറഞ്ഞത്. ഇത് നമുക്ക് നേരെ മെമ്മറീസിലേക്ക് കിടക്കാം. ഇതും ഒരു മെമ്മറി ആയിരുന്നു. ഇത് ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ വിളിച്ച് പ്ലാൻ ചെയ്താക്കിയ ഒരു ആക്ടിവിറ്റി ആയിരുന്നു. അല്ല, നമ്മളെല്ലാവരും സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കണം, ഞങ്ങൾ എങ്ങനെ ചെയ്യണം എന്നൊക്കെ പ്ലാൻ ചെയ്തതായിരുന്നു. അപ്പോൾ ഫസ്റ്റ് ഞാൻ കാണിക്കാൻ പോകുന്നത് എൻ്റെ സ്കൂൾ ലെറ്ററാണ്. ഞങ്ങളുടെ ഇൻഫോർമൽ ലെറ്റർ ഒരു ആക്ടിവിറ്റി ഉണ്ടായിരുന്നു. ആ ആക്ടിവിറ്റിക്ക് ഞാൻ എഴുതിയ ഒരു ലെറ്ററായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് ഞാൻ വായിച്ച് കേൾപ്പിച്ച് തരാം. ഞങ്ങൾക്ക് ഒരു ഇതുണ്ടായിരുന്നു, എന്താ പറയുന്നത്, ഒരു സംഭവം ഉണ്ടായിരുന്നു. നമുക്ക് ഒരു ടോപ്പിക്ക് കിട്ടില്ലേ, അതായത് 2 ടോപ്പിക് ഉണ്ടായിരുന്നു. ഞാൻ അതിൽ നിന്ന് ഒരു ടോപ്പിക്ക് സെലക്ട് ചെയ്തു, വായിച്ച് കേൾപ്പിച്ച് തരാം. ഡിയർ മം ആൻഡ് ഡാഡ്, ഹൗ ആർ യു? ഐ ഹോപ്പ് യു ഓൾ ആർ ഫൈൻ. ഐ ആം എൻജോയിങ് മൈ സ്റ്റഡീസ് ഈസ്. ഇത് നമ്മൾ സ്കൂളിൽ നിന്ന് എഴുതി പോസ്റ്റ് ഓഫീസിൽ, സ്കൂളിൽ നിന്ന് തന്നെ പോസ്റ്റ് ഓഫീസിലേക്ക് പോയി ഇട്ട് ഈ ലെറ്റർ വീട്ടിൽ വന്നതാണ്. അല്ലാതെ നമ്മൾ നേരെ ഇത് എഴുതി വീട്ടിൽ കൊണ്ടുവന്നില്ല. ഇത് സ്കൂളിൽ നിന്ന് തന്നെയാണ്, മിസ്സുമാർ തന്നെയാണ്. ഇത് 5th ഒരു ആക്ടിവിറ്റി ആയിരുന്നു, ഇൻഫോർമൽ ലെറ്റർ എഴുതാന്ന് വെച്ചാൽ. ഞങ്ങളുടെ നോട്ട്ബുക്കിൽ ഞങ്ങൾ ഇൻഫോർമൽ ലെറ്റർ എങ്ങനെയാണോ എഴുതുന്നത് അതേ സെയിം മെത്തേഡിലാണ് കേട്ടോ ഞങ്ങൾ എഴുതിയിരിക്കുന്നത്. വായിക്കാം. ഡിയർ മോം ആൻഡ് ഡാഡ്, ഹൗ ആർ യു? ഐ ഹോപ്പ് യു ഓൾ ആർ ഫൈൻ. ഐ ആം എൻജോയിങ്. My studies is going very well. Next month onwards, my term 2 examination is going to start. Please have your food on time. I am preparing for my exam. But ഇത് മൊത്തം ചരിഞ്ഞു പോയി കേട്ടോ. Exam. I really miss you. I am happy to write this letter for you. After my exam, I had 2 months vacation. In that vacation, I am coming to my home. Tomorrow is a holiday for me because exams are going to start. I hope you this letter will come very fastly. Convey my regards to mom and dad. Yours lovingly, name അമയ എ നായർ. പിന്നെ ഇത് അങ്ങനെയാണ്, നിങ്ങൾ വിചാരിക്കരുത് കേട്ടോ, ഇത് ചുമ്മാ എഴുതി കൊണ്ടുവന്നായിരുന്നു. പിൻ നമ്പർ സഹിതം എല്ലാം എഴുതിയിട്ടുണ്ട് നമ്മൾ. അപ്പോൾ ഗൈസ്, നെക്സ്റ്റ് വരുന്നതാണ് സംഭവം എൻ്റെ. അപ്പോൾ ഗൈസ്, ഇനിയാണ് സംഭവം എൻ്റെ പ്രോഗ്രസ് കാർഡ്. അമയ നായർ, റോൾ നമ്പർ 5 ആണ് കേട്ടോ. മദേഴ്സ് നെയിം തുഷാരബി, ഫാദേഴ്സ് നെയിം അരുൺ രാജ് ആർ, ഡേറ്റ് ഓഫ് ബർത്ത് 3/6/2050, ക്ലാസ് ആൻഡ് ഡിവിഷൻ 5C. അപ്പോൾ ഇതിൽ ഞാൻ എല്ലാം വിശദമായിട്ട് വായിച്ചു തരാം. അല്ലെങ്കിൽ നമുക്കിത് ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, ലാസ്റ്റ് കാണിക്കാം. ഓക്കെ, ഇതെൻ്റെ എക്സാം അഡ്മിറ്റ് കാർഡാണ്, ടേം 2ൻ്റെ. ഇത്രയേ ഉള്ളൂ സംഭവം. പിന്നെ ഇത് നീഷ് എന്ന് പറയുന്ന ഒരു കൊച്ചുണ്ട് ഇവിടെ ട്യൂഷനിൽ. അപ്പോൾ എൻ്റെ കയ്യിൽ ഇത് തന്നിട്ട് പറഞ്ഞു. എല്ലാവരും അപ്പോഴത്തേക്ക് പോയി. ലാസ്റ്റായിരുന്നു, ഞങ്ങളുടെ എക്സാമൊക്കെ ഒന്ന് കഴിഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, അല്ല കഴിഞ്ഞില്ല, പിറ്റേ ദിവസം ലാസ്റ്റ് എക്സാം ആയിരുന്നു. തൊട്ട് തലേ ദിവസം അവൻ ഇത് തന്നിട്ട് പറഞ്ഞു എല്ലാവരും വരുമ്പം അന്നേൽ അവർക്ക് എല്ലാവർക്കും ഇത് കൊടുക്കണം. എനിക്ക് തോന്നുന്നു അത് എക്സാം കഴിഞ്ഞെന്നോ അതോ അവനൊന്ന് വരാത്തതെന്നൊന്നും അറിഞ്ഞൂടാ. എല്ലാവർക്കും ഇത് ഈ 2 എണ്ണം വീതം കൊടുക്കണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാനതങ്ങ് വിട്ടും പോയി. ഞാൻ എൻ്റെ ഞാൻ പറഞ്ഞില്ലേ ഷെൽഫ് തുറന്നപ്പം
അവിടെ ഇരിക്കുന്നു കേട്ടോ. സോറി, അവരിനി അടുത്ത ട്യൂഷൻ വരുമ്പോൾ ഞാൻ കൊടുത്തോളാം. പിന്നെ ഇതൊരു ഫ്ലവറാണ്. ഇതിൻ്റെ പിന്നെ വലിയൊരു കഥയുണ്ട്. ഞാൻ ചിൽഡ്രൻസ് ഡേക്ക് ഞങ്ങളൊക്കെ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ച് ഞങ്ങൾ ഇതുണ്ടാക്കി. ചാർട്ടിൽ ഇങ്ങനെ ഓരോ പിക്ചേഴ്സൊക്കെ വെച്ച് അങ്ങനെ ഉണ്ടാക്കിയപ്പോൾ ഞങ്ങൾ വന്നടി നടന്നു. എനിക്ക് ചാർട്ട് വേണമെന്ന് പറഞ്ഞു. എന്നിട്ട് വേറെ ഒരു കൊച്ചുണ്ട്, ആ കൊച്ചിന് വേണമെന്ന് പറഞ്ഞു. അങ്ങനെ നേരെ മുറിച്ചെടുക്കാമെന്ന് പറഞ്ഞു. ആ കൊച്ച് ബ്രേക്കിന് ഇറങ്ങിപ്പോയി, ബെല്ലടിച്ചിട്ട് കണ്ടൊന്നുമില്ല. അപ്പം ഞാൻ ചാർട്ട് എടുത്തപ്പം കൊച്ചിൻ്റെ കൂട്ടുകാർ വന്ന് ആ കൊച്ചിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു. ആ കൊച്ചു വന്ന് എൻ്റെ അടുത്ത് അടി ഉണ്ടാക്കി. പക്ഷേ ആര് ചാർട്ട് വീട്ടിൽ കൊണ്ടുവന്ന്? ഞാൻ വീട്ടിൽ കൊണ്ടുവന്ന് അതിൻ്റെ ഓർമ്മയ്ക്കായി ഞാൻ മൊത്തം കീറിപ്പോയി. എന്നാലും ഞാനത് കൊണ്ടുവന്നേ പറ്റത്തുള്ളൂ. അപ്പോഴും പറഞ്ഞു മുറിച്ചെടുക്കുന്നു. അപ്പം ഞാൻ പറഞ്ഞു, നിനക്ക് വേണമെങ്കിൽ നീ നേരത്തെ പറഞ്ഞായിരുന്നു. എന്തായാലും ഇത് ഞാൻ ഇനി ഞാൻ കൊണ്ടുപോകും. അപ്പം ഞാൻ അതിൻ്റെ ഓർമ്മയ്ക്ക് വേണ്ടി അതിൽ നിന്നൊരു പൂ പറിച്ച് വെച്ചിട്ടുണ്ട്. ഇനി ഇത്രയൊക്കെ ഉള്ളൂ. പിന്നെ ഒരെണ്ണമുണ്ട്. ഇത് എനിക്ക് ഒരിക്കലും കളയാൻ പറ്റത്തില്ല. കാരണം ഇതെൻ്റെ ഹാർട്ടാണ് ഗൈസ്. ഇതെൻ്റെ ഹാർട്ട്. ബിക്കോസ് ഇത് എൻ്റെ ഫ്രണ്ട്, ഞങ്ങൾക്കൊരു ഗ്യാങ് ഉണ്ട്, ബെസ്റ്റി ഗ്യാങ് എന്ന് പറഞ്ഞ്. ഞാൻ പിന്നെ എൻ്റെ 3 ഫ്രണ്ട്, ഞാൻ പേര് പറയാം: ഹന്ന, സാറ, അയന, പിന്നെ ഞാൻ അമ്മയ. അപ്പം ഞാനും പിന്നെ അയനയാണ് കൂട്ടത്തിൽ ക്രോഷ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് അവളൊന്നും പറഞ്ഞില്ല. അവളപ്പോൾ ഇതുണ്ടാക്കിക്കൊണ്ട് വന്നു. കളർ ഡ്രസ്സായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഇതിങ്ങനെയാണ് കെട്ടുന്നത്. ഈ മഞ്ഞ നടുക്കും ഇത് രണ്ടും ഇങ്ങനെ അപ്പുറം. അപ്പോൾ ഞങ്ങളിത് കെട്ടി. പിന്നെ യൂണിഫോമിനൊന്നും ഇടാൻ പറ്റത്തില്ല. വാച്ച് മാത്രം ഇടാം, കമ്മലും ഇടാം. ഇതൊക്കെ പറ്റും, അല്ലാതെ വേറൊന്നും ഇടാൻ പറ്റില്ല. അപ്പം ഞാനിത് തപ്പുവാണ് കിടന്നത്. ഞാനിത് ഫ്രിഡ്ജിൻ്റെ മണ്ടേ വെച്ചെടുക്കുകയായിരുന്നു. ഞാനിത് കിടന്ന് കണ്ടില്ല. ഞാൻ ഇറങ്ങി. പിന്നെ ഒരു ദിവസം ഞാൻ മുറ്റത്തിറങ്ങിയപ്പോൾ ഇത് മുറ്റത്ത് കിടക്കുന്നത്. അമ്മ തൂത്തുകാരുന്ന കൂട്ടത്തിൽ എങ്ങാനും അടിച്ചിട്ടായിരിക്കും. അപ്പോൾ തന്നെ ഞാനത് എടുത്ത് സൂക്ഷിച്ച് ഫ്രിഡ്ജിൽ മേളിൽ കവർ ചെയ്യുന്നൊരു സാധനമുണ്ട്. അതിനകത്തൊരു പോക്കറ്റ് പോലും ഉണ്ട്. ആ പോക്കറ്റിനകത്ത് എടുത്തിട്ട് പിന്നെ സ്കൂൾ കഴിഞ്ഞ് വന്നപ്പോൾ തന്നെ ആ സാധനം എടുത്ത് അതിനകത്തിട്ട് വെച്ചു. ഇനി നമുക്ക് പ്രോഗ്രസ് കാർഡിലേക്ക് പോവാം. പ്രോഗ്രസ് കാർഡ് 91 മാർക്സ് റേഞ്ചും ഗ്രേഡും. 100 to 91 ആണെന്നുണ്ട് A1. 81 ബട്ട് ഞങ്ങൾക്ക് 50ലാണ് കേട്ടോ മാർക്ക്. ഇത് ഇങ്ങനെ 41 അങ്ങനെയൊക്കെ ആയിരിക്കാം. 81 to 90 ആണെന്നുണ്ട് A2. പിന്നെ 80 to 71 ആണെന്നുണ്ട് B1. 70 to 61 ആണെങ്കിൽ B2. 60 to 51 ആണെന്നുണ്ട് C1. 50 to 41 ആണെന്നുണ്ട് C2. 40 to 33 ആണെന്നുണ്ട് D. ബിലോ ആൻഡ് 32 ആണെന്നുണ്ട് E നീഡ്സ് ഇമ്പ്രൂവ്മെൻ്റ് ആണ്. പിന്നെ ഗ്രേഡ് A ഔട്ട്സ്റ്റാൻഡിങ്, A ഗ്രേഡും കമൻറ്റും. A ആണെന്നുണ്ട് ഔട്ട്സ്റ്റാൻഡിങ്, B വെരി ഗുഡ്, C ഫെയർ. അപ്പോൾ ഗൈസ് ഞാൻ പറയാം ടേം 1ൻ്റെ മാർക്ക്. ഇംഗ്ലീഷിന് എനിക്ക് B1 ആണ് ഗ്രേഡ്. മലയാളത്തിലെ ഗ്രേഡും സബ്ജക്റ്റും പറയാം. മലയാളത്തിന് A1, ഹിന്ദിക്ക് A1, മാത്തമാറ്റിക്സിന് A2, സയൻസിന് A1. വീട്ടിൽ ഗസ്റ്റ് വന്നാണ്, ഞാനിപ്പോൾ പെട്ടെന്ന് വായിക്കുകയാണ്. പിന്നെ സോഷ്യൽ സയൻസിന് A1, GK A2, കമ്പ്യൂട്ടറിന് A1. GK എങ്ങനെ A2 ആയെന്ന് എനിക്ക് അറിഞ്ഞൂടെ. എനിക്ക് ഫുൾ മാർക്ക് ഉണ്ടായിരുന്നു. അതിനോട് അടുത്ത ഞാൻ പറയാം. ഇംഗ്ലീഷിന് B1, ടേം 2 ആണ്. മലയാളത്തിന് A1, ഹിന്ദിക്ക് A2, മാത്തമാറ്റിക്സിന് A2, സയൻസിന് A1, സോഷ്യൽ സയൻസിന് A1, GK A1, കമ്പ്യൂട്ടറിന് A1. പിന്നെ ടേം 1ലെ വർക്ക് എഡ്യൂക്കേഷൻ A ഗ്രേഡ് A, ആർട്ട് എഡ്യൂക്കേഷൻ A, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ A, ഡിസിപ്ലിൻ ഓൺ എ 3 AC ഗ്രേഡ് സ്കീം, A to C ഗ്രേഡ് സ്കീം A. ഡേയ്സ് അറ്റൻഡഡ് 93, ഡേയ്സ് ടു ബി അറ്റൻഡഡ് 97. അപ്പോൾ ഗൈസ് ടേം 2ലെ വർക്ക് എഡ്യൂക്കേഷന് A ഗ്രേഡ്, ആർട്ട് എഡ്യൂക്കേഷൻ A ഗ്രേഡ്, ഹെൽത്ത് ആൻഡ് ഫിസിക്കൽ എഡ്യൂക്കേഷൻ A ഗ്രേഡ്, ഡിസിപ്ലിൻ ഓൺ A 3 A to C ഗ്രേഡിംഗ് സ്കീം A ഗ്രേഡ്. പിന്നെ
അറ്റൻഡൻസ് ആണ്. ഡേയ്സ് ടു ബി അറ്റൻഡഡ് 78ഉം ഡേയ്സ് അറ്റൻഡഡ് 71ഉം. ഞാൻ ക്ലാസ് 6ലേക്ക് പ്രൊമോട്ട് ആയിരിക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ കുഞ്ഞു വ്ലോഗ്. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. അപ്പോൾ ബൈ.